ഓം ശാന്തി. ജീവിതത്തിൽ സംഘർഷങ്ങൾ കൂടുന്തോറും അത്രയും ശക്തമായി തീരാൻ നമുക്ക് സാധിക്കുമ്പോഴാണ് ജീവിതം സന്തോഷഭരിതാവുന്നത്, വിജയം നിറഞ്ഞതായിട്ട് മാറുന്നത്. തോൽവി എന്ന് പറയുന്നത് സംഭവിക്കാത്ത ആരും തന്നെ ഈ ലോകത്തിലില്ല. നിരവധി തവണ തോറ്റിട്ടും പ്രതീക്ഷ കൈവിടാതെ പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നവരാണ് ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ ആയിത്തീരുന്നത്. അതിൽ യാതൊരു സംശയവുമില്ല. ഒരിക്കൽ ഒരു കർഷകൻ ഒരു പ്രാവശ്യം തൻ്റെ വിളവെടുപ്പ് നടത്തി കാറ്റും മഴയത്തും നശിച്ചു പോയി. 3 തവണ അയാൾ കൃഷി ഇറക്കിയിട്ടും അയാൾക്ക് നല്ല വിളവ് കിട്ടിയില്ല. അങ്ങനെ നിരാശയും സങ്കടവും കൊണ്ട് കുറച്ച് കടം വന്നു പോയി, വേണ്ട രീതിയിലൊന്നും ഉണ്ടാക്കാൻ പറ്റിയില്ല. അങ്ങനെ സങ്കടം സഹിക്കവയ്യാതെ അയാൾ ഒരു ദിവസം വീട്ടിൽ നിന്ന് ഇറങ്ങി ഇങ്ങനെ നടക്കുകയാണ്. അങ്ങനെ നടന്ന് ഒരു കാട്ടിലെത്തിയ സമയത്ത് അവിടെ ഒരു ആശ്രമം കണ്ടു. ആ ആശ്രമത്തിൽ ഒരാൾ, ഒരു സന്യാസി എന്ന് പറഞ്ഞുകൂടാ, എന്നാൽ ഒരു സന്യാസി പോലെ ഒരാൾ, അദ്ദേഹം കൃഷി ചെയ്തുകൊണ്ട് ഒരു കൊച്ചു വീടുണ്ടാക്കി അവിടെ താമസിക്കുന്നു. അപ്പോൾ അദ്ദേഹം നോക്കുന്ന സമയത്ത് ഇയാൾ ഭയങ്കര ഉന്മേഷത്തിലും ഉത്സാഹത്തിലുമാണ്. അവിടെ ഉയരത്തിൽ, നല്ല ഉയരത്തിലതായിരിക്കുന്ന മുളകൾ വളർന്ന് നിൽക്കുന്നുണ്ട്. അതിന് താഴെ മുഴുവൻ പച്ചപ്പുല്ല്, മനോഹരമായിട്ട് വിരിച്ചു നിർത്തിയ പുല്ല്. ആ പുൽത്തോട്ടത്തിൻ്റെ ഉള്ളിൽ മുള നിൽക്കും പോലെ അതിന് മനോഹരമായിട്ടുള്ള ആകർഷകമായ അന്തരീക്ഷമുള്ള ഒരു ആശ്രമം പോലെ ആ ഒരു കുഞ്ഞു വീടും അയാൾക്ക് തോന്നിപ്പോയി. ഒരു ഗുരുഭാവന ആ കർഷകൻ്റെ മനസ്സിൽ ഈ ഒരു കാട്ടിൽ താമസിക്കുന്ന ആളോട് തോന്നിപ്പോവുകയാണ്. അപ്പോൾ അദ്ദേഹം പറയും, എനിക്ക് കുറച്ച് സമയം ഞാൻ നിങ്ങളുടെ കൂടെ ഇവിടെ ഇരുന്നോട്ടെ എന്ന് ചോദിക്കും. അപ്പോൾ ശരി, ഇരിക്കാൻ പറഞ്ഞു. കുടിക്കാൻ വെള്ളം കൊടുത്തു. പക്ഷേ ഇയാളുടെ സങ്കടം കൊണ്ട് വെള്ളം കുടിക്കുമ്പോൾ കണ്ണിൽ നിന്നിങ്ങനെ ധാരധാരയായിട്ട് അശ്രു വീഴുകയാണ്. അപ്പോൾ അത് കണ്ടപ്പോൾ ഇയാൾ ചോദിച്ചു പോലും, എന്ത് പറ്റി, എന്താ ഇത്രമാത്രം നീ വിഷമിക്കത്തക്ക രീതിയിൽ എന്താ സംഭവിച്ചതെന്ന് ചോദിക്കും. ഞാൻ 3 പ്രാവശ്യമായി ഇപ്പോൾ കൃഷി ഇറക്കുന്നു. 3 പ്രാവശ്യം എൻ്റെ കൃഷി നഷ്ടത്തിലാണ്. പലപ്പോഴും പൈസ കൃഷിക്ക് വേണ്ടിയിട്ട് കടം വാങ്ങിക്കേണ്ടി വന്നു. അതെല്ലാം കടമായിട്ട് കൂടുകയേ ചെയ്യുന്നുള്ളൂ. എനിക്കല്ലാതെ ഒന്നും മാറ്റാൻ പറ്റില്ല. 3ാമത്തെ പ്രാവശ്യം ഇപ്പോഴും എൻ്റെ കൃഷി നശിച്ചു പോയി. ഇനി എനിക്ക് മുന്നോട്ട് പോകാനേ തോന്നുന്നില്ല. മടുത്തിട്ട് ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങി നടന്നതാണെന്ന് പറയും. അപ്പോൾ അയാൾ എന്ത് ചെയ്യും? ആ കാണുന്ന ഗാർഡൻ കാണുന്നുണ്ടോ എന്ന് ചോദിക്കും. അവർ മനോഹരമായിട്ടുണ്ട്, ഈ പുൽത്തകിടിയിൽ മുളകൾ നട്ട് വളർത്തിയത് വളരെ നന്നായെന്ന് പറയും. എന്നാൽ ഈ മുളയുടെയും ഒരു കഥയുണ്ട്, ഞാൻ പറയട്ടെ എന്ന് പറയുകയാണ്. പലയിടത്തും പല മോട്ടിവേഷൻ സ്പീക്കേഴ്സും ഈ കഥ ഞാൻ പറയുന്നത് കേട്ടിട്ടുണ്ട്. പക്ഷേ ഇതൊരു രസകരമായിട്ട് ഫീൽ എനിക്ക് തോന്നി, അതുകൊണ്ട് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെക്കുകയാണ്. അയാൾ പറയും, ഈ കാണുന്ന പുല്ലും ഈ മുളയും ഞാൻ ഒന്നിച്ചായിരുന്നു വിത്ത് നട്ടത്. എല്ലാ വർഷവും ഞാൻ എല്ലാത്തിനും തുല്യമായ സ്നേഹത്തോടു കൂടി വളം കൊടുത്തു, വെള്ളം കൊടുത്തു. ആദ്യത്തെ വർഷം വളരെ വേഗത്തിൽ ഈ പുൽത്തകിടി എത്രയോ പെട്ടെന്ന് സെറ്റായി. പക്ഷേ ആ മുളച്ചില്ല. 2ാമത്തെ വർഷവും മുളച്ചില്ല. 3ാമത്തെ വർഷവും മുളച്ചില്ല. 4ാമത്തെ വർഷവും മുളച്ചില്ല. 5ാമത്തെ വർഷം ചെറിയ ചെറിയ നാമ്പുകളെപ്പോലെ മുള വന്നു. ആ മുള കണ്ടപ്പോൾ ഞാൻ ഒത്തിരി സന്തോഷിച്ചു. പക്ഷേ ആ മുള അത്രയും പുല്ലിൻ്റെ ഇടയിൽ നോക്കിയാൽ ആ പുല്ലിന് ശക്തി കൂടുതലും മുളയ്ക്ക് അത്ര ശക്തി ഇല്ലായിരുന്നു. പക്ഷെ 6 മാസം കൊണ്ട് ഇത് ഇത്രയും ഉയരത്തിലേക്ക് എത്തിപ്പോയി. അപ്പോൾ ആ 4 വർഷം കൊണ്ട് 5 വർഷം കൊണ്ട് അതിൻ്റെ വേരുകൾ ഭൂമിയിലേക്ക് വളരാൻ വിട്ടു. അതുകൊണ്ടാണ് ഇങ്ങനെ ഇത്ര ഹൈറ്റിൽ പൊന്തിയിട്ടും ഇത്ര കാറ്റ് പിടിച്ചിട്ടും ഈ മുള ഇങ്ങനെ ശക്തമായിട്ട് നിൽക്കുന്നത്. അതുകൊണ്ട് ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ കഷ്ടപ്പാടുണ്ടാവുമ്പോൾ, ഒരു ബിസിനസ് തുടങ്ങി അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം തുടങ്ങി വെച്ചു, അത് ഫെയിലിയർ ആയിപ്പോയി, 2ാമതും തുടങ്ങി ഫെയിലിയറായി, നിരാശപ്പെടാതെ തീർച്ചയായിട്ടും നമ്മുടെ ഉള്ളിൽ ഉറച്ചതായിരിക്കുന്ന ശുഭപ്രതീക്ഷയുണ്ടെങ്കിൽ, എനിക്ക് നേടാൻ സാധിക്കും എന്നതായിരിക്കുന്ന വിശ്വാസത്തോടു കൂടി കഠിനാധ്വാനം ചെയ്യാനും നിരന്തര പരിശ്രമത്തിനും, ഞാൻ അണ്ടർലൈൻ ചെയ്ത് പറയുന്നൊരു പോയിന്റ് ഉണ്ട്, നിരന്തരമായ പരിശ്രമം. ഒരു പ്രാവശ്യം കുറച്ച് തോറ്റു, പിന്നെ ഞാൻ കുറേ നാൾ മിണ്ടാണ്ടിരുന്നു, ഒന്നും ഒന്നുമില്ല, നിരാശയായി വിഷമവും സങ്കടവുമായി കുറച്ച് കാലം കഴിച്ചു കൂട്ടി. അത് കഴിഞ്ഞ് വീണ്ടും ഒന്നുകൂടെ തുടങ്ങാൻ തോന്നി, വീണ്ടും തുടങ്ങി. നിങ്ങളറിയോ, ഇവിടെ ബാലൻസിങ്ങിൽ വലിയ നഷ്ടം വരുന്നുണ്ട് നമുക്ക്. അതായത് ഒരു പ്രാവശ്യം തോറ്റു കഴിഞ്ഞ് നമ്മുടെ ഉള്ളിൽ നിന്നുള്ള ഊർജം പൂർണ്ണമായിട്ട് നഷ്ടപ്പെട്ട ശേഷം അത്രയും നെഗറ്റീവ് എനർജീനെ ക്രിയേറ്റ് ചെയ്തിട്ടാണ് വീണ്ടും നമ്മൾ തുടങ്ങാൻ പോകുന്നത്. ആ നെഗറ്റീവ് എനർജിയൊക്കെ നമ്മളിലേക്ക് അറ്റാക്ക് ചെയ്ത് വരുമ്പോഴത്തേക്കും 2ാമത്തെയും ഫെയിലിയറായി, 3ാമത്തെയും ഫെയിലിയറായി. ഓരോ പ്രാവശ്യവും ഫെയിലിയർ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പിന്നെ റീസൺ വേറൊന്നുമല്ല, നമ്മുടെ ഉള്ളിൽ നിന്ന് വന്നതായിരിക്കുന്ന അതിശക്തമായ നെഗറ്റീവ് തോട്ട്സ് ആണ്, ഞാൻ തന്നെ ക്രിയേറ്റ് ചെയ്ത ഇമോഷൻസ് ആണ്. അതുകൊണ്ട് ഒരു വിഷമവും വിചാരിക്കാതെ എത്ര പ്രാവശ്യം തോൽക്കുമ്പോഴും ഈ കഥ ഓർമ്മിക്കുക. വേര് ഉറച്ചു കഴിയുമ്പോൾ, അനുഭവത്തിൻ്റെ പാഠം കൊണ്ട് ശക്തമായി കഴിയുമ്പോൾ, എത്ര കാറ്റടിച്ചാലും മറിഞ്ഞു വീഴാത്ത വിധം അതിശക്തമായിരിക്കുന്ന മുളകളെപ്പോലെ ഉയരത്തിലെത്താൻ നമുക്ക് സാധിക്കുക തന്നെ ചെയ്യും. പക്ഷെ നിരന്തര പരിശ്രമം,
അണ്ടർലൈൻ ചെയ്യുക, നിരന്തര പരിശ്രമം. പഠിക്കുക. ഒരു കാര്യം തെറ്റ് പറ്റിയത് വീണ്ടും വീണ്ടും തെറ്റ് ആവർത്തിക്കുക എന്നല്ല കേട്ടോ ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം. ഒരു പ്രാവശ്യം നമ്മുടെ ഒരു മിസ്റ്റേക്ക് വന്നാൽ എന്തുകൊണ്ട് ആ മിസ്റ്റേക്ക് സംഭവിച്ചു എന്നതിനെക്കുറിച്ച് പഠിക്കണം, അറിയണം. അതിൽ നിന്ന് പാഠം ഉൾക്കൊണ്ടുകൊണ്ട് കുറേ കൂടെ ശക്തമായ രീതിയിൽ അറിവോടുകൂടി, ജ്ഞാനത്തോടുകൂടി, അനുഭവത്തോടുകൂടി കാലം മുന്നോട്ട് വെക്കണം. ഒരു ഫീൽഡിലും നിങ്ങൾ തിരഞ്ഞെടുക്കുന്നതായിരിക്കുന്ന ഫീൽഡ് എന്തു തന്നെയാണെങ്കിലും പണ്ടത്തെ കാലത്ത് ഇത്രയും ഫെസിലിറ്റി ഇല്ലായിരുന്നു എന്ന് എനിക്ക് തോന്നിപ്പോവും. കാരണം ഇന്ന് ഏതൊരു ബിസിനസ് ആണെങ്കിലും ഡെവലപ്പ് ചെയ്യേണ്ടത് എങ്ങനെ, കൃഷിയാണെങ്കിൽ കൃഷി, അതല്ല മറ്റേതെങ്കിലും കുടിൽ വ്യവസായങ്ങൾ സ്വന്തമായിട്ട് ആരംഭിക്കാൻ ആഗ്രഹിച്ചാൽ അത്, ഏത് കാര്യത്തിലും ഇന്ന് ട്രെയിനിങ് അവൈലബിൾ ആണ്. ഒരു കാര്യത്തിൽ പരിശീലനം സിദ്ധിച്ച ഒരാളൊരു കാര്യം നടത്തുമ്പോൾ അതിൻ്റെ മാർക്കറ്റിങ്ങിനെ കുറിച്ചാണെങ്കിലും പ്രൊഡക്ഷനെ കുറിച്ചാണെങ്കിലും അത് ഏത് ഫീൽഡ് നിങ്ങൾക്കാണെങ്കിലും അതിൽ എക്സ്പെർട്ട് ആവാനുള്ള ട്രെയിനിങ് ഇന്നത്തെ ലോകത്ത് അവൈലബിൾ ആണ്. അത് എവിടെ കിട്ടും അതിനെക്കുറിച്ചും ടെൻഷൻ അടിക്കേണ്ട. ഇന്ന് ഗൂഗിളിൻ്റെ, ഞാൻ തമാശയായിട്ട് പലപ്പോഴും പറയാറുണ്ട് ഗൂഗിൾ ഗുരു എന്ന്. ജലേബി ഉണ്ടാക്കണം, എന്താ വേണ്ടേ, ഗൂഗിളിൽ അടിക്കൂ, ഇൻസ്റ്റൻറ്റ് ജിലേബി എങ്ങനെയാണ് ഉണ്ടാക്കേണ്ടതെന്ന് നോക്കി 15 മിനിറ്റ് 20 മിനിറ്റ് ജലേബി റെഡി. എന്ത് കാര്യവും കുക്ക് ചെയ്യണോ, അതോ നിങ്ങൾക്ക് മറ്റേതെങ്കിലും കാര്യങ്ങൾ പഠിക്കണോ, ശരീരത്തിൻ്റെ ആരോഗ്യം നോക്കണോ, എന്തിനും തരാൻ വേണ്ടി ഇന്ന് മീഡിയ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പോസിറ്റീവായി ഉപയോഗിക്കണമെന്ന് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് അതിന് വേണ്ടതായിരിക്കുന്ന നിങ്ങൾ തിരഞ്ഞെടുത്ത ഫീൽഡിൽ ജ്ഞാനം നേടാൻ വേണ്ടി, അറിവ് മുന്നോട്ട് പോകാനുള്ള ശക്തിയാണ്. പറയാറുണ്ട് നോളജ് ഈസ് മൈറ്റ്, നോളജ് ഈസ് ലൈറ്റ് എന്ന് പറയാറുണ്ട്. ജ്ഞാനത്തെ പ്രകാശവും ശക്തിയുമാക്കാൻ വേണ്ടി ഏത് ഫീൽഡ് നിങ്ങൾ തിരഞ്ഞെടുക്കുമ്പോഴും അതിനെക്കുറിച്ച് നമ്മൾ പഠിച്ചേ പറ്റൂ. നമുക്കൊട്ടും അറിവില്ലാത്തൊരു കാര്യം മറ്റൊരാളുടെ ജ്ഞാനത്തിന് ആധാരമാക്കി ചെയ്യുമ്പോൾ, ഞാൻ ചാണക്യൻ്റെ ഒരു വാക്യത്തെ പലപ്പോഴും ഓർക്കാറുണ്ട്, ബുക്കുകളിലെ ജ്ഞാനവും നമ്മുടെ കൂട്ടുകാരൻ്റെ കയ്യിലിരിക്കുന്ന ധനവും ഒരുപോലെ യൂസ്ലെസ് ആണ് എന്ന്. മറ്റൊരാളുടെ ജ്ഞാനത്തിൻ്റെ ആധാരത്തിൽ അവരെ ബേസ് ചെയ്ത് നമ്മൾ ഇറങ്ങുമ്പോൾ നമുക്കതിന് നോളജ് ഇല്ല എങ്കിൽ എന്ത് സംഭവിക്കുന്നു നമുക്ക് മനസ്സിലാക്കാനാവില്ല. അതുകൊണ്ട് നിങ്ങൾ ഏത് ഫീൽഡ് തിരഞ്ഞെടുക്കുന്നുണ്ടെങ്കിലും അതിനുവേണ്ടി പഠിക്കാൻ ആദ്യം തയ്യാറാവണം. ഒരു ചിത്രശലഭം പറക്കാൻ തയ്യാറാവും മുന്നേ പുഴുവിൽ നിന്ന് പ്യൂപ്പയായ ശേഷം മാത്രമാണ് അത് ശലഭമായിട്ട് പറന്നിറങ്ങുന്നത്. പ്രകൃതി പഠിപ്പിക്കുന്നുണ്ട് നമ്മളെ പാഠങ്ങൾ. ഒരു വിത്ത് മുളച്ചു വരണമെന്നുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും കുതിർന്ന് അതിൻ്റെ ഉള്ളിൽ പാകമായ ശേഷമാണ് ആ വിത്ത് മുളച്ചു വരുന്നത്. അല്ലാതെ ചെടിയിൽ നിന്ന് പാകമായിട്ട് താഴത്തേക്ക് വീഴുകയല്ല ചെയ്യുന്നത്. എല്ലാത്തിനും അതിൻ്റെ ഒരു പ്രൊസീജിയർ ഉണ്ട്. അതേപോലെ തന്നെ അറിവ് നേടാനുള്ളതായിരിക്കുന്ന ഒരു സമയം, അതിനുവേണ്ടി പഠിക്കാൻ വേണ്ടി നിങ്ങൾ ചെയ്യുന്ന ഇൻവെസ്റ്റ്മെൻറ്റ്, നമുക്ക് നമ്മളിൽ ചെയ്യുന്ന ഇൻവെസ്റ്റ്മെൻ്റ് ആണ് ഒരാളുടെ ഇൻവെസ്റ്റ്മെൻറ്റിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റ്. ആ കോഴ്സ് പഠിക്കാൻ വേണ്ടി നിങ്ങൾ ചിലവഴിക്കുന്ന പൈസ നഷ്ടമല്ല, അത് ലാഭമാണ്. കടം വാങ്ങി പഠിച്ചോളൂ, ഒരു കുഴപ്പമില്ല, അതിലിരട്ടി നിങ്ങൾക്ക് ഉണ്ടാക്കിയത് വീട്ടാൻ പറ്റും, എനിക്ക് ഉറപ്പാണ് അക്കാര്യത്തിൽ. അതുകൊണ്ട് യഥാർത്ഥമായ രീതിയിൽ പരിശീലനം നേടിക്കൊണ്ട് അനുഭവസ്ഥനായിക്കൊണ്ട് മുന്നോട്ട് പോവുക. എന്ന് കരുതിയിട്ട് പഠിച്ചിറങ്ങിയ ഒരാൾക്ക് ഒരു തെറ്റും പറ്റില്ലെന്നല്ലോ, പറ്റും, തീർച്ചയായിട്ടും സംഭവിച്ചേക്കാം. അവിടെ നമുക്ക് എന്തുകൊണ്ട് എന്ന് വിശകലനം ചെയ്യാനും മനസ്സിലാക്കാനും അതനുസരിച്ചുള്ള സ്റ്റെപ്സ് എടുത്തുകൊണ്ട് മുന്നോട്ട് പോകാനുള്ളതായിട്ടുള്ള ശക്തി കിട്ടും. അതുകൊണ്ട് പഠിക്കണം, അനുഭവത്തിൻ്റെ ആധാരത്തിലൂടെ തോറ്റ് പിന്മാറാതെ, വെച്ച കാല് പിന്നോട്ട് വെക്കാതെ മുന്നോട്ട് നമുക്ക് പോകണം. പക്ഷെ കുറച്ച് നേരം ഒരു സ്ഥലത്ത് നിൽക്കേണ്ടി വന്നു, പഠിക്കേണ്ടി വന്നു, അറിയേണ്ടി വന്നുവെങ്കിൽ അതൊരു തോൽവിയായി കണക്കാക്കരുത്, ഒരു തളർച്ചയായിട്ട് കണക്കാക്കരുത്. അത് നമ്മുടെ ശക്തിയാണ്. ആ ശക്തി ആവാഹിച്ച് മുന്നോട്ട് നിങ്ങൾ പോയിക്കോളൂ. എങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ജീവിതത്തിൽ തോൽക്കാതെ ധൈര്യത്തോടുകൂടെ മുന്നോട്ട് പോയാൽ ലക്ഷ്യം നേടാൻ സാധിക്കും. ജീവിതത്തെ സുഖകരമാക്കാനായിട്ടും ധനം സമ്പാദനത്തിനാണെങ്കിലും ആരോഗ്യം നേടാനാണെങ്കിലും എന്തിനുമുള്ള പോംവഴി ഈ ആധുനിക ലോകത്ത് അവൈലബിൾ ആണ്. ശാന്തമായ മനസ്സോടെ, ശക്തമായ മനസ്സോടുകൂടി ജീവിതത്തിലെ ദിനചര്യനെ സെറ്റ് ചെയ്തുകൊണ്ട് പവർഫുള്ളായി നിങ്ങൾ മുന്നോട്ട് പോകാമെങ്കിൽ എല്ലാം ഇന്നും നമുക്ക് അവൈലബിൾ ആണ്, നിങ്ങൾക്ക് നേടാൻ സാധിക്കും. അങ്ങനെ സാധിക്കട്ടെ എന്ന് ഞാൻ ഈശ്വരനോട് പ്രാർത്ഥിക്കുന്നു. ഓം ശാന്തി. ദിവസം തോറും ജീവിത വിജയങ്ങൾക്ക് വെളിച്ചം വീശുന്ന പുത്തൻ വീഡിയോകൾക്കായി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യൂ. ഒപ്പം ഞങ്ങളുടെ ഫേസ്ബുക്ക്, ട്വിറ്റർ, ഇൻസ്റ്റാഗ്രാം പേജുകൾ ഫോളോ ചെയ്യൂ. നന്ദി.